നട്ടാപ്രൊച്ചക്ക് നമ്മളിതേ മറൈൻ ഡ്രൈവിൽ വന്നേക്കാണ്. അതിൻ്റെ കൂടെ ബ്രോഡ്വേയിൽ പോയി നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ ബാഗും സ്കൂൾ ബുക്കും എല്ലാം വാങ്ങി നമ്മൾ പർച്ചേസ് ചെയ്തു. നല്ല ഡിസ്കൗണ്ടിൽ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പോൾ എന്തൊക്കെ വാങ്ങിയെന്നൊക്കെ കാണിച്ചു തരണ്ടേ, എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് പണിയുണ്ട്, അതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിതേ ഒരു ഷോപ്പിംഗ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നേരെ ATM വന്നിട്ടാണ്. ATM നമ്മൾ പൈസ എടുത്തതിന് നമ്മൾ നേരെ എറണാകുളം ബ്രോഡ്വേയിലേക്ക് പോയി അവിടെ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയേക്കേണ്ടോ. മറൈൻ ഡ്രൈവ് ഒന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ ബ്രോഡ്വേയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ നിന്നപ്പോൾ എന്താ ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ല. ഇപ്പം ഇച്ചിരി തണലുള്ള സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. ഇവിടെ നല്ലോണം എല്ലാ ചെടിയും പൂത്ത് നിൽക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അവിടെ എല്ലായിടത്തും ഓരോരുത്തരായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനി നോക്കട്ടെ. ഫസ്റ്റ് ഇവിടെ ഒല്ലാത്തുകയാണ്, ഒല്ലാത്തുക ഉണ്ടോ? ഇല്ല ഇല്ലടി. മറൈൻ ഡ്രൈവിൽ നട്ടുച്ചക്കിറങ്ങിയ ഈ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടും. അങ്ങനെ ബ്രോഡ്വേയിൽ നമുക്ക് അധികം നേരം നിൽക്കാൻ ടൈം കിട്ടിയില്ല. നേരെ പർച്ചേസിങ്ങിനായിട്ട് ബ്രോഡ്വേയിലേക്ക് വന്നു. കണ്ടില്ലേ, ഈ ഐറ്റംസ് വാങ്ങാനാണ്. കുട്ടികളുടെ സ്കൂൾ തുറക്കാറായി. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ദിവസങ്ങൾ കഴിയുന്നവരും നമുക്ക് എത്രയും പെട്ടെന്ന് മെറ്റീരിയൽസ് ഒരുക്കേണ്ട വരും. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അപ്പലൂനും ഫൈസിക്കും വേണ്ടിയിട്ടുള്ള, ഇവളാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഏത് കാലത്താണ് ഇനി നാട്ടിലേക്ക് തിരിച്ചു വരിക, ഈ ഇവിടേക്ക് വരികയെന്നറിയില്ല. ബ്രോഡ്വേയിലാകുമ്പോൾ അത്യാവശ്യം റേറ്റ് കുറവിന് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം ഷോപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ആദ്യം ഞങ്ങൾക്ക് 5 ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ പറ്റിയ ബാഗ്സാണ് നമ്മൾ നോക്കിയത്. അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം 5 മിനിറ്റോ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഒരു ബാഗ് സെലക്ട് ചെയ്ത് ഈ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് എല്ലാം അതിനുള്ള ബാഗുകളാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫസ്റ്റ് തന്നെയാണ് എല്ലാവരും സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ നമ്മൾ വലിയ ആൾക്ക് പറ്റിയത് എടുത്തു. അത് കഴിഞ്ഞ് ചെറിയ ആൾക്ക് പറ്റിയത് 2 കള്ളിയുടെ കിട്ടുന്നുള്ളൂ. ഈ 1, 2 നമുക്ക് 2 കള്ളി പറ്റില്ല. മിനിമം ഒരു 3 കള്ളി വേണം. അതായത് ടെസ്റ്റ് നോട്ട്, പിന്നെ ഒരു ടിഫിൻ ബോക്സ്, അതല്ലാണ്ട് കുറച്ച് ആഡഡ് ആയിട്ട് വാട്ടർ ബോട്ടിൽ വെക്കാനായിട്ട്, അല്ലാണ്ട് നമ്മുടെ ബോക്സ് വെക്കാൻ, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ച് പോയത്. പക്ഷെ അവിടെ ചെന്നതിനിപ്പോൾ കള്ളികൾ കുറഞ്ഞിട്ടുള്ള ബാഗുകളേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിത് അവസാനം ഇത് പിന്നെയാണെങ്കിൽ 3 എണ്ണമെങ്കിലും മിനിമം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച്, പല കളറിലുള്ളതും പല സൈസിലുള്ളതൊക്കെ നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ ഒരു ബ്ലൂ എടുക്കണോ അതോ ഗ്രേ എടുക്കണോ എന്നുള്ള ഡൗട്ടിൽ ലാസ്റ്റ് ഞങ്ങൾ അവിടെ ഉള്ള മിക്ക ബാഗുകളും എടുത്തു നോക്കി. മൂത്ത ആളുടെ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ അധികം സമയം കൊടുത്തില്ല. പക്ഷേ ഇളയ ആൾക്ക് നോക്കിയൊക്കെ പിടിച്ചൊക്കെ വന്നപ്പോഴേക്കും അത്യാവശ്യം ടൈം എടുത്തു കേട്ടോ. അങ്ങനെ എല്ലാ കള്ളികളും, ഇത് 1 ഇയർ വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളിത് റിട്ടേൺ കൊണ്ടുവന്നോ, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ അപ്പം തന്നെ റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. ഈ ബാഗ് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. അങ്ങനെ ഒറ്റ കടയിൽ തന്നെ ഉണ്ടോ നമ്മൾ ബാഗും കാര്യങ്ങളും എടുത്തേ. അങ്ങനെ ബാഗ് സെറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ചെരുപ്പും കാര്യങ്ങളും, എനിക്ക് ഇങ്ങനത്തെ ചെരുപ്പുകളൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പറ്റിയ സൂട്ടബിൾ ആയിട്ടുള്ള നല്ല ചെരുപ്പൊന്നും കിട്ടില്ല. ഭാഗ്യത്തിന് എൻ്റെ കല്യാണത്തിനെങ്കിലും ഒരെണ്ണം കിട്ടിയായിരുന്നു. അതെനിക്ക് ഇഷ്ടമായിരുന്നു. ഞാനത് കുറേ നാൾ ഇട്ടുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് വാട്ടർ ബോട്ടിൽസാണ് കേട്ടോ. ഇവിടെ വാട്ടർ ബോട്ടിൽസ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ടൈപ്പ് വരുന്നത്. നമുക്കാണെങ്കിൽ ആ ഒരു ടൈപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മക്കൾക്ക് അറിയാലോ, 5 മിനിറ്റ് കൊണ്ട് 2 നമ്മൾ മിനിമം ഒരാഴ്ചത്തേക്കെങ്കിലും പോകുന്ന കുപ്പികളും സാധനങ്ങളൊക്കെ നോക്കുന്നത്. ഇതിഷ്ടമായി. പക്ഷെ ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നാണെങ്കിൽ കുപ്പി നോക്കിയിട്ട് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ചെറിയ റേറ്റിൽ നമുക്ക് കുപ്പി കിട്ടുന്നില്ല. ഈ ആളാണ് നമുക്ക് കുപ്പികളൊക്കെ എടുത്തന്നെ. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ വേറെ പരിധിയെങ്കിലും ലാസ്റ്റ് ആള് കുപ്പി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലത്തെ കുപ്പി, ഇതെനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഫസ്റ്റ് ഞാൻ പേടിച്ച് ഞാനത് അവിടെ തന്നെ വെച്ചിട്ടോ. എൻ്റെ കണ്ണ് ഇതേപോലത്തെ സംഭവത്തിലേക്ക് പോയി. കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ. ഇതങ്ങനെ ഞാൻ 3 എണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ട്. 3 എണ്ണവും പല കളറിലെടുത്ത്, സെയിം കളർ എടുത്തതിനാൽ ആ സെയിം കളറിന് വേണ്ടിയിട്ട് 3 പേരും അടിയിടും. അത് കാരണം ഞങ്ങൾ പല കളറിലുള്ള 3 സെറ്റാണ് എടുത്തേട്ടോ. അങ്ങനെ
പിന്നെ ഞങ്ങൾ കുപ്പി നോക്കാനായിട്ട് അവർ ഇതെടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ എടുത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ അത് എല്ലാം അവിടെ വെച്ച് ഈ ഐറ്റം മാത്രം അവിടെ നിന്ന് എടുത്ത് പോന്നു. പിന്നെ ഇതേപോലെ പൗച്ചുകളും ബോക്സുകളും കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിലും അത് ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഓക്കെ അല്ല. പിന്നെ റെയിൻകോട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ്. അങ്ങനെ ഈ യെല്ലോ കളർ നമ്മൾ എടുത്തു. പിന്നെ ഈ ഒരു ടൈപ്പ് എടുത്തു. ഇത് 1 ഇയർ കറക്റ്റ് പോവുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ മതി, അപ്പം തന്നെ കയറിപ്പോവും. ആ അവസ്ഥയിൽ ഈ ഉറുമ്പരിക്കുക അങ്ങനെയൊക്കെ ഉള്ളത്. കുട നോക്കിയാൽ നമുക്ക് കുടക്കും നല്ല റേറ്റാണ് വരുന്നത്. 250 300 350 അങ്ങനെ റേറ്റിൽ വരുന്നതാണ്. 150ൻ്റെ അതായത് 200 250ൻ്റെ ഒരു കുട ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അത് കാലം കുടയില്ലോ ആ ടൈപ്പാണ്. പിന്നെ ഞങ്ങളിത് ഇതേപോലത്തെ ബോട്ടിൽസ് മാത്രമുള്ള ഒരു കടയിൽ കയറി അത് എടുത്തപ്പോഴേക്കും ഈ ഒരു ഐറ്റം അതിൻ്റെ അകത്തേക്ക് താഴേക്ക് വീണു. അത് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു വെച്ചു. അങ്ങനെ ഇത് ഞാൻ അടിച്ചു മാറ്റിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ പല കളറ് അതെ ആ 3 അവരുടെ കയ്യിലിരിക്കുന്ന 3ഉം ഞാൻ അടിച്ചു മാറ്റിയതാണ്. പിന്നെ അതേ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ എന്ത് ചെയ്യാനാ, ബഡ്ജറ്റ് ഉണ്ടായില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്തേനാ. പിന്നെ ടിഫിൻ ബോക്സുകൾ നോക്കി. ടിഫിൻ ബോക്സൊക്കെ നോക്കിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇതെല്ലാം അവൾ അവിടെ തന്നെ വെച്ചിട്ട് പോന്നു, ആ കടയിൽ തന്നെ വെച്ചിട്ട് പോന്നു. മറന്നുപോയി അവൾ എടുത്തുകൊണ്ട് വരാനായിട്ട്. പേയ്മെൻറ്റും ചെയ്ത് എല്ലാം ചെയ്ത് വലിയ കാര്യമായിട്ട് ഇതെടുത്താൽ എങ്ങനെ ഇരിക്കും, ഇതെടുത്താൽ 5 മിനിറ്റ് കൊണ്ട് പോട്ടോ, അതെടുത്താൽ 10 മിനിറ്റ് കൊണ്ട് പോട്ടോ എന്നാലോചിച്ചാണ് ഞങ്ങൾ എടുക്കുന്നത്. ഈ എടുത്ത് അവസാനം ഇത് സെലക്ട് ചെയ്തു. ഇതാകുമ്പോൾ സ്പൈഡർമാൻ്റെ ഒക്കെ പിക്ചർ ഉണ്ടല്ലോ, പിള്ളേരെ പറ്റിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ടല്ലോ. എന്നിട്ട് അത് അവിടെ തന്നെ വെച്ചുകൊണ്ട് പോന്നു, ബില്ലടിച്ചു. പിന്നെ ഇതേപോലെ ബേക്കിങ്ങിന് പറ്റിയ കുറേ ഇതുണ്ട്. പിന്നെ ഞാൻ പോയത് എന്തിനാന്ന് വെച്ചാൽ ഇതേപോലത്തെ കറിപ്പാത്രങ്ങളുണ്ടല്ലോ, അത് നോക്കിട്ടോ. ഞാൻ ഇക്കാക്ക് പറ്റിയ കറിപ്പാത്രങ്ങൾ, ഞാനിപ്പോൾ ഉമ്മച്ചിയുടെ കറിപ്പാത്രങ്ങൾ യൂസ് ചെയ്താണ് ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വന്തമായി ഒരു കറിപ്പാത്രം വേണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ കുറേ തപ്പി. ഇതിഷ്ടമായിരുന്നു. അതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്ന ആ റെഡില്ലേ ആ ടൈപ്പ് ഞാൻ ചൂടോടുകൂടി നമ്മൾ കറി ഒഴിക്കണമായിരുന്നു. ഞാൻ ആ ടൈപ്പ് തന്നെ എടുത്തിട്ട് പോകുന്നു. പിന്നെ ബുക്കുകളുടെ സെറ്റാണ് ഇവിടെ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ 85 രൂപക്ക് വാങ്ങിച്ചത്, അവിടെ എനിക്ക് 40 രൂപ കിട്ടി. ഈ ഒരു ബുക്കാണ് ഞാനിവിടെ 65-75 രൂപക്ക് ഞാൻ ഇവിടെ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ബുക്ക്. അതായത് ആ ബുക്കിൽ എഴുതിയേക്കണ MRPക്ക് തന്നെയാണ് എനിക്ക് ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടിയത്. ആ സെയിം സംഭവം തന്നെ എനിക്ക് ഇവിടെ കിട്ടിയത് 40 രൂപക്ക്. ഞാൻ പിന്നെ 2 എണ്ണം അടിച്ച് മാറ്റി. അല്ലാണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് സെയിം അവരുടെ ഇപ്പോൾ റൂൾഡ് 1 അല്ലെങ്കിൽ 2 ലൈൻ 2 അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്തായിരുന്നു. ചെറിയ ജലദോഷം തൊണ്ടവേദനയൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇടങ്ങേറുണ്ട് കേട്ടോ. സംസാരിക്കുമ്പോൾ അത് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം സെലക്ട് ചെയ്തു, കുറച്ച് ബുക്കുകളാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ നെയിം സ്ലിപ്സ് നോക്കിയായിരുന്നു, ബുക്കുകൾ എടുത്തു. എല്ലാവരും 2 എണ്ണം വെച്ചെടുത്ത്. പിന്നെ അത് വീണ്ടും തരം തിരിച്ച് വേറെ ഏതോ രീതിക്കൊക്കെ ബുക്ക് കൊണ്ടുപോയായിരുന്നു. ആദ്യം എടുത്തത് എന്താ പറയുക കറക്റ്റായില്ല. പിന്നെ ഇവള് കുറേ പെൻസിൽ എടുത്തുകൊണ്ട് ഒരു ദിവസത്തേക്ക് ഒരു പെൻസിൽ എന്ന നിലയിൽ നമ്മളൊരു 10-20 ബോക്സെങ്കിലും ഇതിൻ്റെ വാങ്ങണം. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ 2 എണ്ണം എടുത്തോളൂ. ഒന്ന് നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആണെന്ന് തോന്നുന്നു, ഏതാണെന്നാവോ, അപ്സര ബ്രാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല പെൻസിലാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ നട്രാജും എനിക്കിഷ്ടമാണ് കേട്ടോ പണ്ടത്തെ. പിന്നെ പേന എടുത്തായിരുന്നു 50 അങ്ങനെ കാട്ടും ആ ഒരു ബോക്സിന് വരുന്നത്. പിന്നെ ക്യാമൽ ബോക്സ് വാങ്ങിയെന്നാവോ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇല്ല ആ സംഭവം വാങ്ങിയെന്ന് തോന്നുന്നു. ഞാനും ഇതൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ചു. ഞാൻ വേറൊരു ദിവസത്തേക്ക് വരാമെന്ന് വിചാരിച്ചു. ഇത് ഇവൾക്ക് അത്രയും അർജൻറ്റാണ്, അവൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരില്ല എന്നുള്ള ഉദ്ദേശത്തിൽ അവൾ ഇപ്പോഴേ പർച്ചേസ് ചെയ്ത് വെച്ചതാണ്. എനിക്കത് പറ്റില്ലല്ലോ. ഞാനിവിടെ നാട്ടിൽ തന്നെ ഉള്ള കാരണം അവൾ വരെ നോക്കിയിരിക്കണ്ടല്ലോ. ഇവള് നേരത്തെ പോയി വാങ്ങി ഞാൻ ലേറ്റായി വാങ്ങും, അത്രേ ഉള്ളൂ. ഇവർ ഏപ്രിൽ 25 അങ്ങനെ കണ്ട് വരെ ഇവിടെ ഉണ്ടെന്നു. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ വാട്ടർ ബോട്ടിൽസ്. പിന്നെ ഞങ്ങളത് അവിടെ വെച്ചു. ഞങ്ങൾ ഓൾറെഡി വാങ്ങിപ്പോയല്ലോ. അത് നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് ആയിരുന്നു അവിടെ ഇരിക്കുന്നത്. ഇതും അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു. പിന്നെ നമ്മൾ പൊതിയാനുള്ള പേപ്പേഴ്സൊക്കെ വാങ്ങി. അങ്ങനെ അതും സെറ്റായി. അതിൻ്റെ ഇടയിലാണ് നെയിം പ്ലേറ്റ്സ് കാര്യങ്ങൾ നോക്കിയത്. ഇത് വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് വാങ്ങണേക്കാളും നല്ലത് അത് തന്നെ വാങ്ങുന്നതാണ്, ഇത് പശ വെച്ച് ഒട്ടിച്ചാൽ ഒട്ടൂല അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഈ സംഭവം അവിടെ തന്നെ വെച്ചു.
ഇത് വാങ്ങിയില്ല. പകരം ഞങ്ങൾ നോർമലി വാങ്ങുന്ന സെയിം നമ്മൾ പണ്ട് വാങ്ങിക്കൊണ്ടിരുന്ന ആ റോള് തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നെയിം പ്ലേറ്റ്സിൻ്റെ കാര്യം, ഇത് ഇങ്ങനെ കൂന കൂട്ടിയിട്ടേക്കാണ് കേട്ടോ, കണ്ടില്ലേ, പല കളറിൽ. നെയിം സ്ലിപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടൂല എന്ന് പറഞ്ഞു. ഒട്ടിയാലും കുറച്ച് ദിവസത്തിനുള്ളിൽ പോവും, പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞു. പിന്നെ നെയിം സ്ലിപ്സ് നോക്കി, അതിലും ഉണ്ടല്ലോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട, ബോയ്സിന് ഇഷ്ടപ്പെട്ട കാറും ബൈക്കും ഒക്കെ നോക്കിയതിന് ശേഷമാണ് നെയിം പ്ലേറ്റ്സും നമ്മൾ എടുത്തത്. ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവുണ്ടായിട്ടോ. ഞാൻ നോക്കിയായിരുന്നു, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും അത്യാവശ്യം റേറ്റ് കുറവ്. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് കിട്ടുമായിരിക്കും. ഞങ്ങൾ ഇതിൻ്റെ ഒരു സീസൺ വന്നേക്കാളും മുമ്പാണ് പോയി വാങ്ങിയത്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് പോയി വാങ്ങിയത്. അപ്പോൾ അത് കാരണം അത്യാവശ്യം റേറ്റ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെയെന്ന് അറിയില്ല. ഇതിൻ്റെയൊക്കെ ഈ നടന്നതിൻ്റെയും ഒക്കെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. ഇരുട്ടും ഒക്കെ ആയിരുന്നു. പക്ഷെ അവിടുത്തെ ജ്യൂസ് ഷേക്ക് വാങ്ങിയിട്ടുണ്ടല്ലോ, ചീന പഴം വെച്ചടിച്ച ഷാർജ ഷേക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വലിയ ടേസ്റ്റ് ഉണ്ടായില്ല, അവിടെ തന്നെ ഉള്ളതാണ്. എനിക്കിഷ്ടമായില്ല കേട്ടോ. ഞാൻ ഒരു കണക്കിനാണ് അത് കുടിച്ചു തീർത്തത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പറന്നു. മക്കളും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വിശേഷം. അടുത്ത വിശേഷമായിട്ട് നാളെ കാണാം. ബൈ.